Hi all, now I am discussing the topic scanline algorithm. ഈ scanline algorithm വരുന്നത് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡിനകത്തെ ഒരു മെത്തേഡാണ്. അപ്പോൾ വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡ് മീൻസ് ആ പേരിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വിസിബിൾ ആയിട്ടുള്ള സർഫസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സർഫസസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് ഇമേജ് സ്പേസ് മെത്തേഡും ഒന്ന് ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡും. ഇൻ കേസ് ഓഫ് ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു പാർട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കും. ഒരു പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആ പാർട്ട് വിസിബിൾ ആണെന്ന് പറയും. ദെൻ ഇമേജ് സ്പേസ് മീൻസ് ആ ഒബ്ജക്റ്റിൻ്റെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഓരോ പിക്സൽ ബൈ പിക്സലായിട്ട് അത് സെർച്ച് ചെയ്യും. ഓരോ പോയിൻറ്റും കാണാൻ പറ്റുമോ. ആദ്യത്തെ കേസിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ പാർട്ട് ഒരു ഭാഗം കാണാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മെത്തേഡ് ഉണ്ട്. വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഹിഡൻ സർഫസ് എലിമിനേഷൻ മെത്തേഡ്. ഹിഡൻ ആയിട്ടുള്ള സർഫസ് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള സർഫസ് ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് ഇമേജ് സ്പേസ് മെത്തേഡ്. അതിൽ തന്നെ നമുക്ക് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മെയിനായിട്ടും വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇമേജ് സ്പേസ് മെത്തേഡ് ആൻഡ് ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ്. ഇൻ കേസ് ഓഫ് ഇമേജ് സ്പേസ് മെത്തേഡ് ദർ ഈസ് അഗെയിൻ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് വരുന്ന ഒരു അൽഗോരിതമാണ് സ്കാൻലൈൻ അൽഗോരിതം. അപ്പോൾ സ്കാൻലൈൻ അൽഗോരിതം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻ കേസ് ഓഫ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അതിനകത്ത് നമ്മൾ കുറച്ച് ടേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടേബിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എഡ്ജ് ടേബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പോളിഗൺ ടേബിൾ. അപ്പോൾ പേരിൽ തന്നെയുണ്ട് എഡ്ജസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സെറ്റ് ഓഫ് പോളിഗൺ സർഫസസ്. ഒരു സെറ്റ് ഓഫ് പോളിഗൺ ആയിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനകത്ത് വരുന്ന ഓരോ എഡ്ജസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസാണ് എഡ്ജ് ടേബിളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതുപോലെ പോളിഗണിനെ കുറിച്ച്, പോളിഗൺ മീൻസ് ഒരു സർഫസ്. നമ്മൾ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോളിഗൺസ് ഓർ സർഫസസ് എന്നാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന പോളിഗണിനെ കുറിച്ച് ഇപ്പോൾ ഒരു 5 പോളിഗൺ വരുന്നുണ്ട് ഒരു ഒബ്ജക്റ്റിലെങ്കിൽ ആ 5 പോളിഗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ പോളിഗൺ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ദെൻ ഒരു ആക്റ്റീവ് ലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു ലിസ്റ്റ് ഉണ്ട്. ആ ആക്റ്റീവ് ആയിട്ടുള്ള എഡ്ജസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്റ്റീവ് ലിസ്റ്റ് എന്നുള്ളൊരു ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ദർ ഈസ് എ ഫ്ലാഗ്. ഓരോ സർഫസിനും ഓരോ ഫ്ലാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് പേര് പോലെ തന്നെ ഇതെന്താണ് സ്കാൻലൈൻ മെത്തേഡാണ്. അപ്പോൾ സ്കാൻലൈൻ മെത്തേഡിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിലൂടെ ഒരു സ്കാൻലൈൻ കൺസിഡർ ചെയ്യും. അതായത് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടും റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫുൾ സ്ക്രീനിനെ അതിന് നമ്മൾ ഓരോ ലൈനിനെ റീഡ് ചെയ്യുന്നതിന് സ്കാൻ ലൈൻ എന്നാണ് ഓരോ ലൈനിനെയും പറയുന്നത്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റിലാണോ നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ വിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈനെയാണ് നമ്മൾ സ്കാൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻ ലൈൻസ് ആർ പ്രോസസ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പോവുകയാണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. അറ്റ് ദി ലെഫ്റ്റ് മോസ്റ്റ് ബൗണ്ടറി ഓഫ് ദി സർഫസ് ദ ഫ്ലാഗ് ഈസ് ടേൺഡ് ഓൺ ആൻഡ് അറ്റ് ദി റൈറ്റ് മോസ്റ്റ് സർഫസ് ഇറ്റ് ഈസ് ടേൺഡ് ഓഫ്. ഫ്ലാഗ് എന്നുള്ളൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസ് അതിൻ്റെ ഏത് സർഫസ് ആണോ ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് നമ്മൾ ഈ അൽഗോരിതത്തിലേക്ക് കയറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ള് ഈ സ്കാൻലൈൻ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പർട്ടിക്കുലർ അൽഗോരിതമായിട്ട് സ്റ്റെപ്സ് ഒന്നുമില്ല. ഈ ഫിഗർ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സ്കാൻലൈൻ അൽഗോരിതം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 2 പോളിഗൺ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 2 സർഫസ്. ഒരു പോളിഗണിനെയാണ് നമ്മളിവിടെ സർഫസ് എന്ന് ഉദ്ദേശിച്ച് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പോളിഗൺ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോളിഗൺ ഈസ് S1 ആൻഡ് സെക്കൻഡ് സർഫസ് ഈസ് S2. ദെൻ അതിനകത്ത് ഓരോ എഡ്ജസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. AB, BC, CD, AD ഇതൊക്കെ ഫസ്റ്റ് S1ൻ്റെ എഡ്ജസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഈ പോളിഗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോളിഗൺ ടേബിളിലും സ്റ്റോർ ചെയ്യും. എഡ്ജസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എഡ്ജ് ടേബിളിലും സ്റ്റോർ ചെയ്യും. ദെൻ അടുത്തത്
അടുത്ത പോളിഗൺ S2 ആണ്. S2ൻ്റെ എഡ്ജസ് EH, EF, FG, ദെൻ GH. അപ്പോൾ അതാണ് സെക്കൻഡ് പോളിഗണിൻ്റെ അല്ലെങ്കിൽ S2ൻ്റെ എഡ്ജസ് ആയിട്ട് വരുന്നത്. ദെൻ അവിടെ കുറേ സ്കാൻ ലൈൻ കാണിച്ചിട്ടുണ്ട്. സ്കാൻ ലൈൻ 1, സ്കാൻ ലൈൻ 2, സ്കാൻ ലൈൻ 3. ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടും ഈ സ്ക്രീനിൽ ഓരോ റോ ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്കാൻ ലൈനിലാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് കൂട്ടിമുട്ടുന്നതെന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാൻ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം S1ഉം ആ ഫസ്റ്റ് സ്കാൻ ലൈനിലൂടെ പോകുന്നുണ്ട്, S2ഉം ഫസ്റ്റ് സ്കാൻ ലൈനിലൂടെ പോകുന്നുണ്ട്. ഇനി കുറച്ച് ആ സ്കാൻ ലൈൻ 2ഉം 3ഉം നോക്കി, അവിടെ കുറച്ച് സ്ഥലത്ത് ഈ S1ഉം S2ഉം കമ്പൈൻ ചെയ്തിരിക്കുക, ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് അറ്റ് എ ടൈം ഒരു സർഫസാണ് വിസിബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് S1 ആണ് വിസിബിൾ ആക്കുന്നത്, S2 ആണ് വിസിബിൾ ആക്കുന്നത് എന്നുള്ള കേസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 സ്കാൻ ലൈനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കടന്നു പോകുന്ന എഡ്ജസ് ഏതൊക്കെയാണ് അതൊക്കെ നമ്മൾ സേവ് ചെയ്യുക. അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആക്റ്റീവ് ലിസ്റ്റിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 3 മെയിനായിട്ടും ഡേറ്റാ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു എഡ്ജ് ടേബിൾ, ഒരു പോളിഗൺ ടേബിൾ, ദെൻ ഒരു ആക്റ്റീവ് ലിസ്റ്റ്, ദെൻ ഒരു ഫ്ലാഗ് നമ്മൾ ഏത് സർഫസ് ആണോ ഇപ്പോൾ കറൻറ്റിൽ ആക്റ്റീവ് എന്നറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലാഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണ് സ്കാൻ ലൈൻ 1ലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള എഡ്ജസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് എഡ്ജസ് എ ബി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ദെൻ ബി സി നമ്മൾ നോക്കുക, BC എന്നുള്ള എഡ്ജ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോളിഗണിൻ്റെ കേസിൽ ഈ 2 എഡ്ജസ് മാത്രമാണ് ഈ സ്കാൻ ലൈൻ 1ലൂടെ കടന്നു പോകുന്നുള്ളൂ, AB ആൻഡ് BC. ദെൻ സ്കാൻ ലൈൻ 1ലൂടെ കടന്നു പോകുന്ന S2ൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം. S2ൻ്റെ EHഉം FGയും. EF കടന്നു പോകുന്നില്ല. സ്കാൻ ലൈൻ 1 കൺസിഡർ ചെയ്യുക. സ്കാൻ ലൈൻ 1 കൺസിഡർ ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഈ 4 എഡ്ജസാണ് കടന്നു പോകുന്നുള്ളൂ. ഫസ്റ്റ് ഒന്നുകൂടെ നമുക്ക് S1 വെച്ച് തുടങ്ങാം. S1ൻ്റെ അപ്പോൾ ഏതൊക്കെ എഡ്ജസ് ആണോ ഈ സ്കാൻ ലൈൻ 1ലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതാണ് ആക്റ്റീവ് ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആക്റ്റീവ് ലിസ്റ്റിലേക്ക് വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? AB, BC ഫസ്റ്റ് സർഫസിൻ്റെ. ആ സമയത്ത് ഈ ഫസ്റ്റ് സർഫസിലൂടെ സ്കാൻ ലൈൻ 1ലൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സർഫസിൻ്റെ ഫ്ലാഗ് ഓൺ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് സ്കാൻ ലൈൻ. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് AB എന്നുള്ള ഒരു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ആ എഡ്ജ് ആക്റ്റീവ് ആകും. ദെൻ അടുത്തത് BC എന്ന് പറയുന്ന ഈ എഡ്ജ് ആക്റ്റീവ് ആകും. ഇതാണ് സ്കാൻ ലൈൻ 1ലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഇതും കടന്നു പോകുന്നു. ഇങ്ങനെ ഈ ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് സ്റ്റോർ ചെയ്യും. ദെൻ അപ്പോൾ ആ കറസ്പോണ്ടിങ് ഫ്ലാഗ് S1 ഓൺ ആയിരിക്കും. ദെൻ സ്കാൻ ലൈൻ 1ലൂടെ കടന്നു പോകുന്ന S2ൻ്റെ പോയിൻ്റ് നോക്കുക. ഈ പോയിൻ്റ് ആ പോയിൻറ്റുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന എഡ്ജസാണ് EH. ദെൻ അടുത്ത കേസിൽ പിന്നെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ഈ ഒരു പോയിൻ്റാണ് സ്കാൻ ലൈൻ 1ഉം എഡ്ജും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് എഡ്ജ് ഈസ് FG. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലാഗ് S2ൻ്റെ ഓൺ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്കാൻ ലൈൻ്റെ കേസിൽ നടക്കുന്നത്. നമുക്ക് സേവ് ആകുന്ന ആക്റ്റീവ് ലിസ്റ്റിലെ ഇൻഫോർമേഷൻസ് AB, BC, EH ആൻഡ് FG ഇത്രയും സേവ് ആകും. കറസ്പോണ്ടിങ് ഫ്ലാഗ് ഓൺ ആവും. ദെൻ ഇനി രണ്ടാമത്തെ കേസ് മീൻസ് സ്കാൻ ലൈൻ 2. സ്കാൻ ലൈൻ 2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഈ പോയിൻ്റ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നെക്സ്റ്റ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു പോയിൻ്റ് ഉണ്ട്. ദെൻ ഇത്രയും 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഇതിൽ 4 പോയിൻറ്റ്സിൽ ഫസ്റ്റ് പോയിൻറ്റിൽ നമ്മൾ സേവ് ചെയ്യുന്നത് AD എന്നുള്ള എഡ്ജായിരിക്കും. AD എന്നുള്ള എഡ്ജായിരിക്കും. ദെൻ S1 എന്നുള്ള ഫ്ലാഗ് ആയിരിക്കും ഓൺ ആക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എടുത്തുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ EH എന്നുള്ള ഒരു എഡ്ജും നമുക്ക് ഓണാണ്. അതുപോലെ തന്നെ ഇവിടെ S1ൻ്റെ ഉണ്ട്. S1ൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ഈ പോയിൻ്റ് കടന്നു പോകുന്ന എഡ്ജ് എന്ന് പറയുന്നത് BC എന്നുള്ള ഒരു എഡ്ജും നമുക്ക് ആക്റ്റീവാണ്. അതോടൊപ്പം തന്നെ
ഇവിടെ രണ്ട് ഇ എച്ചും ആക്റ്റീവാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും ഇത് ഓവർലാപ്പ് ചെയ്ത് വന്നിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഡിസ്പ്ലേ ആവത്തുള്ളൂ. അതായത് S1ൻ്റെ ഫ്ലാഗോ അല്ലെങ്കിൽ S2ൻ്റെ ഫ്ലാഗോ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെപ്ത് കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഡെപ്ത് മീൻസ് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ ആണ് ഡെപ്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഡെപ്ത് കുറഞ്ഞത് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതായത് നമുക്ക് വിസിബിലിറ്റി നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഏത് എഡ്ജാണോ അതാണ് നമുക്ക് വിസിബിൾ ആവുള്ളൂ. നമ്മൾ ഓർത്താൽ മതി, ഇപ്പം നമ്മൾ 2 ബുക്ക് അടുക്കി വെച്ചേക്കുവാണ്, അത് രണ്ടും കുറച്ച് ഭാഗം രണ്ടും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എവിടെ നിന്നാണോ നോക്കുന്നത്, ഏത് ഡയറക്ഷനിലാണോ നമ്മൾ നോക്കുന്നത്, ആ ഡയറക്ഷനിൽ ആദ്യം ഇരിക്കുന്ന ബുക്കിൻ്റെ അത്രയും ഭാഗമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന വ്യൂവിങ് ഡയറക്ഷനിൽ നിന്ന് ഡെപ്ത് ഏറ്റവും കുറവായിട്ടുള്ളത് മാത്രമാണ് നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 സർഫസ് ഓവർലാപ്പ് ചെയ്ത് വരുവാണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഇപ്പോൾ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റിലും സെയിം തന്നെയാണ്. ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് വന്നു. അതായത് ഇത്രയും പോർഷൻസ് എന്താണ്, ഓവർലാപ്ഡ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഒന്നുകിൽ S1ൻ്റെ സർഫസ് അല്ലെങ്കിൽ S2ൻ്റെ സർഫസ് ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ദെൻ ഈ പോയിൻറ്റിൻ്റെ കേസിൽ കുഴപ്പമില്ല, FG ആണ് ഇതാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കേസാണ് ഇവിടെ മെയിനായിട്ടും വരുന്നത്. ദെൻ സ്കാൻ ലൈൻ 3 കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിയുമ്പോൾ ഈ പോയിൻ്റ് കുഴപ്പമില്ല, ഈ പോയിൻറ്റിലും കുഴപ്പമില്ല. ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 2 സർഫസും അറ്റ് എ ടൈം ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഡെപ്ത് ഏറ്റവും കുറവായിട്ടുള്ളതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്കാൻ ലൈൻ മെത്തേഡിനകത്ത് വരുന്നത്. അപ്പോൾ ഈ സ്കാൻ ലൈൻ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഓവർലാപ്പിംഗ് കേസസ് വരുവാണെങ്കിൽ അതിനകത്ത് ആദ്യം വിസിബിൾ ആവുന്നത് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ബേസ് ആയിട്ടുള്ള പോയിൻ്റ് ആയിരിക്കും വിസിബിൾ ആകുന്നത്. അപ്പോൾ ഇതാണ് സ്കാൻ ലൈൻ മെത്തേഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.